എല്ലാവർക്കും ലേൺ വൈസിന്റെ പുതിയൊരു ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് BHIC 107 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 4 എന്ന് പറയുന്ന പേപ്പറിലെ പ്രധാനപ്പെട്ട യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നീ കാര്യങ്ങളായിരുന്നു. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് തീം ആയിട്ടുള്ള ഇന്റർപ്രിറ്റിംഗ് ദ ഡൽഹി സുൽത്താനേറ്റിലെ വൺ ആൻഡ് ഓൺലി യൂണിറ്റ് ആയിട്ടുള്ള സർവേ ഓഫ് സോഴ്സസ് ആണ്. സർവേ ഓഫ് സോഴ്സസ് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, അതോടൊപ്പം തന്നെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ 2-3 സെഷനുകളിലായിട്ടായിരിക്കും നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ദെൻ അറബിക് ആൻഡ് പേർഷ്യൻ ഹിസ്റ്റോറിക് ട്രഡീഷൻസ് എന്താണ്, ദെൻ ഡൽഹി സുൽത്താനേറ്റിലെ പ്രധാനപ്പെട്ട 2 ചരിത്രകാരന്മാരായ ഹസൻ നിസാമിയെയും മിൻഹാജു സിറാജ് ജുസ്ജാനിയെയും കുറിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുക. സോ നമുക്ക് ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് നമ്മൾ അറബിക് ആൻഡ് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്താണ്, അവ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. ദെൻ അറബിക് ആൻഡ് പേർഷ്യൻ ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണ്, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കും. ദെൻ ഡൈനാസ്റ്റിക് ഹിസ്റ്ററിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഡൈനാസ്റ്റിക് ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേർഷ്യൻ ഹിസ്റ്റോറിക് ട്രഡീഷൻ തന്നെയാണ്. ദെൻ മാൽപൂസാത്ത് ലിറ്റററി ട്രഡീഷൻസ്. മാൽപൂസാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂഫി സെയിൻസിന്റെ ടീച്ചിങ്സ് ആണ് മാൽപൂസാത്ത്. ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ ഒക്കെ റിഫോംസിനെ കുറിച്ചിട്ട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സ് ആണ് മാൽപൂസാത്ത്. ദെൻ ഇൻഷാ ട്രഡീഷന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, ദെൻ ഇൻഷാ റൈറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന്. ദെൻ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇൻസ്ക്രിപ്ഷൻസ് ഏത് രീതിയിലാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്, ആൻഡ് പ്രധാനപ്പെട്ട അറബിക് ആൻഡ് പേർഷ്യൻ ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെയാണ്, സാൻസ്ക്രിറ്റ് ഇൻസ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. ദെൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഏത് രീതിയിലാണ് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ തരുന്നത്, അതേപോലെ തന്നെ ഫോറിനേഴ്സ് അക്കൗണ്ട്സ് ഏത് രീതിയിലാണ് ഡൽഹി സുൽത്താനേറ്റിനുള്ള വിവരങ്ങൾ നമുക്ക് തരുന്നത്, അറബ് ട്രാവലേഴ്സ് ഏത് രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ദെൻ സാൻസ്ക്രിറ്റ് വർക്കുകളുടെ ഒരു നിലവാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് എന്തൊക്കെയാണ്. ദെൻ ഉറുദു ലാംഗ്വേജസിന്റെ ഒറിജിൻ ആൻഡ് ഗ്രോത്ത് എങ്ങനെയായിരുന്നു, റീജിയണൽ ലാംഗ്വേജസിന്റെയും ലിറ്ററേച്ചേഴ്സിന്റെയും ഗ്രോത്ത് എങ്ങനെയായിരുന്നു. ദെൻ കൾച്ചറൽ ആൻഡ് ലിറ്റററി സിന്തസിസ് ഏത് രീതിയിലായിരുന്നു, അതിന്റെ നേച്ചർ എങ്ങനെയായിരുന്നു എന്നീ കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. നമ്മൾ ഈ ഒരു യൂണിറ്റ് പ്രധാനമായിട്ടും 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആണ് തരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഹിസ്റ്ററി, എന്താണ് ചരിത്രം. മധ്യകാല ചരിത്ര രചന ഏത് രീതിയിലുള്ളതായിരുന്നു. രണ്ടാമതായിട്ട് ഇങ്ങനെ ചരിത്രം രചിക്കുന്നതിനുള്ള പേർപ്പസ് എന്തൊക്കെയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഹിസ്റ്റോറിയൻസ് ചരിത്രം രചിച്ചിട്ടുണ്ടാവുക. ഒന്നുകിൽ അവർക്ക് പ്രശസ്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പാട്രൺസിനെ പ്രൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ അവർക്ക് റിവാർഡ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. മൂന്നാമതായിട്ട് മധ്യകാല ചരിത്ര രചനയുടെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഗോഡ് ആയിരുന്നു. ഈ 3 ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആണ് നമുക്ക് ഈ യൂണിറ്റ് നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മധ്യകാലഘട്ടത്തിലെ കുറേയേറെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, കുറേയേറെ ലിറ്റററി വർക്ക്സ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറബിക് പേർഷ്യൻ എന്ന് പറയുന്ന 2 അലൈൻ ലാംഗ്വേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നതിന് പുറമെ തന്നെ റീജിയണൽ ലാംഗ്വേജസിന്റെ ഡെവലപ്മെന്റും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് മാനുസ്ക്രിപ്റ്റ്സുകൾ റീപ്ലേസ് ചെയ്യപ്പെട്ടു, പകരം ഇൻസ്ക്രിപ്ഷൻസും എപ്പിഗ്രഫിയെയും പ്രധാനപ്പെട്ട സോഴ്സസ് ആയിട്ട് കണക്കാക്കാൻ തുടങ്ങി. ദെൻ പേർഷ്യൻ ഭാഷ സാൻസ്ക്രിറ്റ് ഭാഷയെ റീപ്ലേസ് ചെയ്തു, പേർഷ്യൻ ഭാഷ ഡോമിനന്റ് ആയിട്ട് മാറി. ആൻഡ് ദെൻ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിന്റെ പാറ്റേൺ തന്നെ മാറി. അതായത് ഇന്ത്യയിലെ ഒരു ശരിയായ പ്രോപ്പർ വേയിലുള്ള ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറബികളുടെയും തുർക്കികളുടെയും വരവോട് കൂടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ആ കാലഘട്ടത്തിലെ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ട്രെൻഡ്സ് ആണ് ഉണ്ടായിരുന്നത്, അറബിക് സ്റ്റൈൽ ആൻഡ് തുർക്കിഷ് ഓർ പേർഷ്യൻ സ്റ്റൈൽ. അറബിക് സ്റ്റൈല് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടുത്തെ കിങ് അല്ലെങ്കിൽ കോർട്ട് എന്നതിലുപരി ആ കാലഘട്ടത്തിലെ പീപ്പിൾ എങ്ങനെയായിരുന്നു, അവരുടെ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു, ഫ്ലോറ ആൻഡ് ഫോണ എങ്ങനെയായിരുന്നു എന്നീ കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ പേർഷ്യൻ ഓർ തുർക്കിഷ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അത്
കിങ് ആൻഡ് കോർട്ട്, ഈ രണ്ട് കാര്യങ്ങളിലാണ് ഒതുങ്ങിക്കൂടിയിരുന്നത്. ഈ ഒരു തുർക്കിഷ് ഓർ പേർഷ്യൻ സ്റ്റൈലിനെ പൊതുവെ വിളിച്ചിരുന്നത് ഡൈനാസ്റ്റിക് ഹിസ്റ്ററീസ് എന്ന പേരിലാണ്. നമുക്ക് അറബിക് സ്റ്റൈലിനെ മനസ്സിലാക്കാം. അറബി എന്ന് പറയുന്നത് ഇസ്ലാമിക് വേൾഡിലെ തന്നെ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് അറബി എന്ന് പറയുന്നത്. അറബികൾക്ക് അവരുടെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഒരു ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു രീതി അവരിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കെ നിസാമിയുടെ അഭിപ്രായത്തില് പ്രീ ഇസ്ലാമിക് കാലഘട്ടത്തിൽ തന്നെ അവരുടെ ഗോഡ്സിനെയും ഗോഡസസിനെയും ഒക്കെ പ്രേസ് ചെയ്തിട്ടും അവരുടെ ജീനിയോളജീസും ഒക്കെ എഴുതിയിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ആൻഡ് ആ ഒരു ജീനിയോളജീസിനെ അവർ കൊടുത്തിരുന്ന പേരാണ് കാസിദാസ്. ജീനിയോളജി മീൻസ് വംശാവലിയാണ്. ആൻഡ് ദെൻ ഇസ്ലാമിക് ഇറയിലേക്ക് വരുമ്പോൾ അവർ ആ ഒരു ട്രെൻഡ് കൈവിട്ടില്ല. അവർ ആ ഒരു ട്രെൻഡ് തന്നെ ഫോളോ ചെയ്തിരുന്നു. പക്ഷെ അവരുടെ ഫോക്കസ് മാറി. പ്രീ ഇസ്ലാമിക് പീരീഡിൽ അവർ ഗോഡ്സിനെയും ഗോഡസസിനെയുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നതെങ്കിൽ ഈ ഒരു ഇസ്ലാമിക് പീരീഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് ഏക മതമാണ്. സോ അവർക്ക് ഗോഡ്സ് ആൻഡ് ഗോഡസസ് ഒന്നും ഇല്ല, ഗോഡേ ഉള്ളൂ, ഒറ്റ ഗോഡേ ഉള്ളൂ. സോ അവരുടെ കോൺസെൻട്രേഷൻ അവിടുത്തെ ഏജ്, പീപ്പിൾ, സറൗണ്ടിങ്സ്, ഈ കാര്യങ്ങളിലേക്കൊക്കെ മാറി. അപ്പം അറബിക് ട്രഡീഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കിങ് ആൻഡ് കോർട്ട് എന്നതിലുപരി അവിടുത്തെ ആളുകൾ, അവരുടെ സറൗണ്ടിങ്സ്, ഫ്ലോറ ആൻഡ് ഫോണ, ഈ കാര്യങ്ങളിലൊക്കെയാണ്. ഈ ഒരു അറബിക് ഹിസ്റ്റോറിയോഗ്രഫിയുടെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വർക്കാണ് ചാച്ച്നാമ. ചാച്ച്നാമ എന്ന് പറയുന്നത് അതിന്റെ റൈറ്റർ അനോണിമസ് ആണ്. എന്നാൽ ഈ ഒരു വർക്ക് നമുക്ക് അതിന്റെ ഹീറോ ആയിരുന്ന മുഹമ്മദ് ബിൻ കാസിമുമായി ബന്ധപ്പെട്ട ഇവന്റ്സിന് പുറമെ സിന്ധിന്റെ ഡീറ്റെയിൽസ്, സിന്ധിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട്. ദെൻ കോൺകർ ചെയ്യപ്പെട്ട റീജിയൻസ്, അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണ, അവിടുത്തെ കോമൺ പീപ്പിൾ, അവരുടെ ട്രേഡ് എങ്ങനെയായിരുന്നു, കോമേഴ്സ് എങ്ങനെയായിരുന്നു എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാച്ച്നാമ എന്ന് പറയുന്ന വർക്ക് തരുന്നുണ്ട്, വിവരങ്ങൾ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ചാച്ച്നാമയെ അറബിക് ഹിസ്റ്റോറിയോഗ്രഫിയുടെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ കെ നിസാമി പറയുന്നത് അറബിക് ഹിസ്റ്റോറിക് ട്രഡീഷൻ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഐഡിയൽസിനെ ചെറിഷ് ചെയ്തു എന്നതാണ്. അതിന് കാരണം അറബിക് ഹിസ്റ്റോറിക് ട്രഡീഷൻ അവിടുത്തെ പൊളിറ്റിക്കൽ ഇവന്റ്സും മിലിറ്ററി ഇവന്റ്സും മാത്രം ഫോക്കസ് ചെയ്യാതെ അവരുടെ നെറേറ്റീവ്സിൽ കോമൺ പീപ്പിൾസും അവരുടെ സോഷ്യോ എക്കണോമിക് കാര്യങ്ങൾ ആൻഡ് റിലീജിയസ് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇവ ഡെമോക്രാറ്റിക് ഐഡിയൽസിനെ ചെറിഷ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ദെൻ അറബിക് ഹിസ്റ്റോറിയോഗ്രഫിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിട്ട് വരുന്ന ഒന്നാണ് ഇസ്നാദ്. ഇസ്നാദ് എന്ന് പറയുന്നത് ചെയിൻ ഓഫ് നറേറ്റീവ്സ് ആണ് അത് പറയുന്നത്. ഇസ്നാദ് എന്ന് വെച്ചാൽ ഏതൊരു സ്റ്റേറ്റ്മെന്റും ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ വെറാസിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി അറബികള് ഡെവലപ്പ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണ് ഇസ്നാദ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഓറലി ആയിരുന്നു ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിൽ എക്സാജറേഷൻസ് ഉണ്ടാവാം, പറഞ്ഞ കാര്യത്തിനേക്കാൾ കൂടുതൽ പെരുപ്പിച്ച് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഫുൾ ആകാതിരിക്കാം, മുഴുവൻ പറഞ്ഞ ഇൻഫർമേഷൻ മുഴുവൻ ആവാതിരിക്കാം. സോ നമ്മൾ ഏതൊരു നറേറ്റീവ്സിലും അവര് ശ്രദ്ധിച്ചിരുന്നത് ഏതൊരു നറേറ്റീവ്സിലും അതിന്റെ ശരിയായ പയസ് ട്രൂത്ത് എന്താണ് എന്നുള്ള ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്നാദ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക് അവർ യൂസ് ചെയ്തിരുന്നത്, ഡെവലപ്പ് ചെയ്തിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അറബിക് ഹിസ്റ്റോറിക് ട്രഡീഷനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയനാണ് അൽ ബലദൂരി. ബലദൂരിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കാണ് ഫുതുൽ ബദാൻ. ഈ ഒരു വർക്കിൽ അദ്ദേഹം ഈ ഒരു ഇസ്നാദ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് എഴുതുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറേയേറെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. ആൻഡ് ദെൻ അതിൽ അൺഓതന്റിക്കേറ്റ് ആയി തോന്നിയ ഇൻഫർമേഷൻസ് ഒക്കെ അദ്ദേഹം അവോയ്ഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട അറബിക് ഹിസ്റ്റോറിയനാണ് അൽ മസൂദി. അൽ മസൂദി ഇന്ത്യ, ശ്രീലങ്ക തുടങ്ങിയുള്ള രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരു ട്രാവലർ കൂടിയാണ്. സോ ഇദ്ദേഹം ഹിസ്റ്ററിയുടെ കൂടെ ജിയോഗ്രഫി കൂടി ആഡ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, ഓരോ റീജിയൻസിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തു. ആൻഡ് ദെൻ ഈ ഒരു 10th സെഞ്ചുറി വരെ അറബിക് ഹിസ്റ്റോറിക് ട്രഡീഷൻ ആണ് ഡോമിനന്റ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 11ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ഇതിലൊരു വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. കോർട്ടുമായി ബന്ധപ്പെട്ടിരുന്ന
ഓഫീസേഴ്സും സ്കോളേഴ്സും ഒക്കെ അവരുടെ റൂളേഴ്സിനെയും ഇവന്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററീസ് രചിക്കാൻ തുടങ്ങി. സോ അങ്ങനെ രചിക്കുമ്പം ആ ഒരു ബയാസുകൾ അതിൽ വരാം. ലൈക്സ് വരാം, ഡിസ്ലൈക്സ് വരാം, ജലസി വരാം. എനിക്കിപ്പോ ഇഷ്ടപ്പെട്ട ഒരു റൂളർ ആണെങ്കിൽ ഞാൻ ആ റൂളറിനെ കുറിച്ചിട്ട് പുകഴ്ത്തിയായിട്ടും എഴുതിയിട്ടുണ്ടാവുക. എന്നാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത റൂളർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീമെറിറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ജലസി ഉള്ളതാണെങ്കിൽ ആ തരത്തിലായിരിക്കാം. സോ അങ്ങനെ ഒരു ചേഞ്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. അതിന് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കുകളാണ് അൽ മുസബിയുടെ വർക്കും ആൻഡ് അൽ ഖുർത്തുബിയുടെ ഹിസ്റ്ററി ഓഫ് ആൻഡുലേഷ്യ എന്ന് പറയുന്ന വർക്കും. ദെൻ ഈ ഒരു കാലഘട്ടത്തിലെ അറബിക് ഹിസ്റ്റോറിയൻസിൽ മറ്റു പ്രധാനപ്പെട്ട ഒരാളാണ് അൽ ഉത്തുബി. അൽ ഉത്തുബിയുടെ താരിഖി യാമിനി എന്നുള്ള അദ്ദേഹത്തിന്റെ വർക്കാണ്. ദെൻ ഇബ്നു ഖാൽദൂന്റെ മുഖദ്ദിമ. ഇബ്നു ഖാൽദൂന്റെ യൂണിവേഴ്സൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഈ മുഖദ്ദിമ. ഈ ഒരു പാർട്ടിലാണ് അദ്ദേഹത്തിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള തിയറീസ് ഒക്കെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി നോക്കാം. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു 10th സെഞ്ചുറി വരെ അറബിക് ആയിരുന്നു പ്രധാനപ്പെട്ട ഭാഷ. ആൻഡ് അറബിക് ഹിസ്റ്റോറിക് ട്രഡീഷൻ ആയിരുന്നു ഡോമിനന്റ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഫിർദൌസിയുടെയും ഷെയ്ഖ് സാദി ഷിറാസിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു പേർഷ്യൻ റിനൈസൻസ് നടന്നു. അറബിക് ഭാഷയെ പിന്തള്ളിയിട്ട് പേർഷ്യൻ ഭാഷ ഡോമിനന്റ് ആവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയുണ്ടായി. ആൻഡ് ഇതിലെ പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി പറയുന്നത് പേർഷ്യൻ ഹിസ്റ്റോറിയൻസ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അവരുടെ റൂളേഴ്സിനെയും റൂളേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഇവന്റ്സ്, കോർട്ട്, ഈ കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേർഷ്യൻ ഹിസ്റ്ററിനെ നമ്മൾ ഡൈനാസ്റ്റിക് ഹിസ്റ്ററീസ് എന്നാണ് വിളിച്ചിരുന്നത്. ആൻഡ് പേർഷ്യൻ ഹിസ്റ്റോറിയൻസ് അവരുടെ വർക്ക്, അവരുടെ വർക്കിന്റെ വാല്യൂ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ ഏത് റൂളർ ആയിരുന്നു ഭരിച്ചിരുന്നത് ആ റൂളറിനെ ആ ഒരു വർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് നിലവിലുണ്ടായിരുന്നു. സോ ഈ ഒരു പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫീന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന വർക്കാണ് മിൻഹാജു സിറാജ് ജുസ്ജാനിയുടെ തബാഖത്തി നാസിർ. നമ്മൾ അറബിക് ഹിസ്റ്റോറിയോഗ്രഫിയിൽ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ചാച്ച്നാമയാണെങ്കിൽ പേർഷ്യൻ ഹിസ്റ്റോറിക് ട്രഡീഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റിയ വർക്ക് എന്ന് പറയുന്നത് മിൻഹാജു സിറാജ് ജുസ്ജാനിയുടെ തബാഖത്തി നാസിരിയാണ്. ഈ ഒരു വർക്കിൽ അദ്ദേഹം സുൽത്താനായിരുന്ന നാസിറുദ്ദീൻ മഹ്മൂദിനാണ് ഈ ഒരു വർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് മറ്റൊരു ഹിസ്റ്റോറിയനാണ് സിയാവുദ്ദീൻ ബറാനി. സിയാവുദ്ദീൻ ബറാനി അദ്ദേഹത്തിന്റെ താരിഖി ഫിറൂസ് ഷാഹി എന്ന് പറയുന്ന വർക്ക് ഫിറൂസ് ഷാ തുഗ്ലക്കിനുമാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ പേർഷ്യൻ ഹിസ്റ്റോറിക് ട്രഡീഷൻ എന്ന് പറയുന്നത് അവർ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അവരുടെ കിങ്ങുമായി ബന്ധപ്പെട്ട ഇവന്റ്സ്, കോർട്ട് എന്നീ കാര്യങ്ങളായിരുന്നു. അവരുടെ ലിറ്ററേച്ചറോ അല്ലെങ്കിൽ സ്കോളേഴ്സിനെ കുറിച്ചിട്ടോ സെയിൻസിനെ കുറിച്ചിട്ടോ ഉള്ള ഒരു പരാമർശങ്ങളും അവരുടെ വർക്കുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ മിൻഹാജ് സിറാജിനെ തന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ചിഷ്തി ആൻഡ് സുഹൽവാദി സെയിൻസിന്റെ ഒക്കെ വൈബ്രന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ കാലഘട്ടമായിരുന്നു ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, മിൻഹാജിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിന്റും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ സിയാവുദ്ദീൻ ബറാനിയിലേക്ക് വരികയാണെങ്കിൽ സിയാവുദ്ദീൻ ബറാനിയിലെ അദ്ദേഹം ഒക്കേഷണലി ഈ ഒരു സ്കോളേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പരാമർശിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗാർഡനേഴ്സിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. മറ്റൊരു ഹിസ്റ്റോറിയനാണ് അബുൽ ഫസൽ. അബുൽ ഫസൽ യൂസ് ചെയ്തിരുന്നത് അറബിക് ആൻഡ് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് അബുൽ ഫസൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് അറബിക് ആൻഡ് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി നമുക്ക് പറയാനുള്ളത്. മെയിൻ ആയിട്ടുള്ള ഡിഫറൻസസ് നമ്മൾ മനസ്സിലാക്കി. ആൻഡ് പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഡൽഹി സുൽത്താനേറ്റില് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ് ഏതൊക്കെയാന്ന് നോക്കാം. കുറേയേറെ ഹിസ്റ്റോറിയൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആൻഡ് കുറേയേറെ വർക്ക്സും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിൽ പ്രധാനമായിട്ടും ഉള്ള 8 ചരിത്രകാരന്മാരെ കുറിച്ചിട്ടും അവരുടെ വർക്കുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് എക്സാമിനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ആൻഡ് നമുക്ക് ഇതിലേക്ക് വരികയാണെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിൽ പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ് എഴുതിയിരുന്നത് പ്രധാനമായിട്ടും പേർഷ്യൻ ഭാഷയിലായിരുന്നു. ആൻഡ് അവർ ഫോളോ ചെയ്തിരുന്നത് പേർഷ്യൻ ഹിസ്റ്റോറിക്കൽ ട്രഡീഷനാണ്.
സോ ഏർലിയസ്റ്റ് ആയിട്ടുള്ള രണ്ട് ചരിത്രകാരന്മാരാണ്. ഫസ്റ്റ് വൺ ഫാക്കിരി മുദബ്ബിർ ആൻഡ് ദെൻ ഹസൻ നിസാമി. ഫാക്കിരി മുദബ്ബിറിന്റെ പ്രധാനമായിട്ടുള്ള രണ്ട് വർക്കുകളാണ് ഷജ്റായി അൻസാബും അദബുൽ അറബ് വ അഷുജാ. ഷജ്റായി അൻസാബിലാണ് ആദ്യത്തെ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടും ഗോറിയൻ ഇൻവേർഷനെ കുറിച്ചിട്ടും നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഷജ്റായി അൻസാബാണ്. ആൻഡ് ഫാഖ്രി മുദബ്ബിറിന്റെ മറ്റൊരു വർക്കാണ് അദബുൽ അറബ് വ അഷുജാ. ഈ ഒരു പുസ്തകം അദ്ദേഹം സുൽത്താൻ ഇൽത്തുമിഷിനാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫിയിൽ അവർ പൊതുവെയുള്ള പ്രാക്ടീസ് ആണ് അവരുടെ വർക്കിന്റെ വാല്യൂ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ ഭരണത്തിലുണ്ടായിരുന്ന റൂളേഴ്സിന് ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തതാണ് അദബുൽ അർബ് വ അഷുജാ. ആൻഡ് ദെൻ ഹസൻ നിസാമി, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഹിസ്റ്റോറിയനാണ് ഹസൻ നിസാമി. ഹസൻ നിസാമിയുടെ വർക്കാണ് താജുൽ മആസിർ. ഹസൻ നിസാമിയുടെ റിയൽ നെയിം എന്ന് പറയുന്നത് സദറുദ്ദീൻ ഹസൻ നിസാമി എന്നാണ്. അദ്ദേഹത്തിന്റെ ഈ താജുൽ മആസിർ എന്ന് പറയുന്ന വർക്കിനെ ഫസ്റ്റ് ഒഫീഷ്യൽ ഹിസ്റ്ററി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒരു വർക്കിൽ അദ്ദേഹം ഡൽഹി സുൽത്താനേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് തൊട്ട്, അതായത് 1791-92 കാലഘട്ടം തൊട്ട് 1229 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററിയാണ് കവർ ചെയ്യുന്നത്. ഹസൻ നിസാമിക്ക് അറബ് ട്രഡീഷൻ അദ്ദേഹത്തിന് വളരെയേറെ ഇമ്പാക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ കോറിസിമിയൻ സ്കോളർ ആയിരുന്ന റാഷിദ് വദ്വാത്ത് ഒക്കെ അദ്ദേഹത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആൻഡ് ഹസൻ നിസാമി ഫോളോ ചെയ്തിരുന്നത് റെറ്റോറിക് ആണ്, അതായത് കാവ്യാത്മക രീതിയിലാണ് അദ്ദേഹം റൈറ്റിംഗ്സ് ഉണ്ടായിരുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ ഈ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് അബുൽ ഫസലും അമീർ ഖുസ്രു ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ളത്. അമീർ ഖുസ്രു ഒക്കെ പാരറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് അമീർ ഖുസ്രു അറിയപ്പെടുന്നത്. നമ്മൾ മിഡീവൽ ഇന്ത്യ പഠിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തോളം നമ്മൾ കേൾക്കാൻ തുടങ്ങിയ പേരായിരിക്കും ഈ അമീർ ഖുസ്രു എന്നുള്ളത്. സോ അമീർ ഖുസ്രുവിനെ പറ്റി നമ്മൾ അടുത്ത സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ അദ്ദേഹത്തിന്റെ ഫാദർ ആണ് നിസാമി അറൂസി സമർഖന്ദി. പേർഷ്യയിലെ ഒരു നോട്ടബിൾ ഫിഗർ ആയിരുന്ന ഉമർ ഖയ്യാമിന്റെ കീഴിലുണ്ടായിരുന്ന സ്കോളറും അദ്ദേഹത്തിന്റെ ഫ്രണ്ടും ആയിരുന്നു നിസാമി അറൂസി സമർഖന്ദി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഫാദർ. ഹസൻ നിസാമിയുടെ സ്പിരിച്വൽ മെന്റർ ആണ് മുഹമ്മദ് അലി കൂഫി. ഈ മുഹമ്മദ് അലി കൂഫിന്റെ നിർദ്ദേശപ്രകാരമാണ് ഹസൻ നിസാമി നിഷാപൂരിൽ നിന്ന് ഗസ്നിയിലേക്കും പിന്നീട് ഡൽഹിയിലേക്കും യാത്ര തിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് കുതുബുദ്ദീൻ ഐബക്ക് മുഹമ്മദ് ഗോറിയുടെയും മുഹമ്മദ് ബിൻ ജാമിന്റെയും അച്ചീവ്മെന്റ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കോളേഴ്സിനെ ക്ഷണിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അവിടെ ഹസൻ നിസാമി ഡൽഹിയിലെത്തുന്ന സമയം. ഈ സമയത്താണ് ഇദ്ദേഹം ഈ ഒരു വർക്ക് ചെയ്താൻ വേണ്ടിയിട്ട് അവിടെ കുതുബുദ്ദീൻ ഐബക്കിന്റെ കോർട്ടിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ വർക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇദ്ദേഹത്തിന്റെ വർക്കിൽ മെൻഷൻ ചെയ്യുന്നത് നിഷാപൂരിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗസ്നിയിലേക്കുള്ള ജേർണി, ദെൻ ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മൈഗ്രേഷൻ. ഇതാണ് അദ്ദേഹത്തിന്റെ താജുൽ മആസിർ എന്ന് പറയുന്ന വർക്കിൽ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നീട് പ്രിഫൈസിന് ശേഷം അദ്ദേഹം പറയുന്നത് സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ. സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ ആര് തമ്മിലുള്ളതായിരുന്നു? അതെ, സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലുള്ള ബാറ്റിലാണ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ. ഈ ഒരു ബാറ്റില് മുഹമ്മദ് ഗോറിയാണ് വിജയിക്കുന്നത്. സോ അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ 1191 ഈ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിന് മുന്നേ നടന്ന ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ വർക്കിൽ നമുക്ക് പരാമർശം കാണാൻ സാധിക്കില്ല. ഇതിന് കാരണം പറയുന്നത് ഈ ഒരു യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാന് മുഹമ്മദ് ഗോറിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഗോറിയെ കുറിച്ചിട്ടുള്ള ഒരു പരാജയത്തിന്റെ ഇതൊന്നും റെക്കോർഡ് ചെയ്യപ്പെടരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കാം അതൊന്നും അദ്ദേഹം അതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. 1192 തൊട്ട് 1196 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട എല്ലാം ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ 1197 തൊട്ട് 1202 വരെയുള്ള കുതുബുദ്ദീൻ ഐബക്കിന്റെ കോൺക്വസ്റ്റുകളെ കുറിച്ചിട്ടൊന്നും ഇദ്ദേഹം ഇതിൽ വിവരിക്കുന്നില്ല. പിന്നീട് ഐബക്കിന്റെ പെട്ടെന്നുള്ള മരണത്തോട് കൂടിയിട്ട് ഇദ്ദേഹം ഹസൻ നിസാമി ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ഒക്കെ നിർത്തുന്നുണ്ട്. ദെൻ
ഇൽത്തുമിഷ് അധികാരത്തിൽ വന്നതോടുകൂടി വീണ്ടും അദ്ദേഹം റീജോയിൻ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം 1203 മുതലുള്ള ഹിസ്റ്ററിയാണ് പിന്നീട് എഴുതുന്നത്. ഐബക്കിന്റെ പെട്ടെന്നുള്ള മരണവും അതുപോലെ തന്നെ ഇൽത്തുമിഷിന്റെ ക്യാപിറ്റൽ മാറ്റങ്ങളൊക്കെ ഈ ഒരു ഹസൻ നിസാമിയിൽ ഭയങ്കര സ്ട്രെസ് ഉളവാക്കുകയും അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലൊക്കെ ഈ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഹസൻ നിസാമി മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് കുത്തുബുദ്ദീൻ ഐബക്കിന്റെ ഇവന്റ്സും കാര്യങ്ങളുമായിരുന്നു. കുത്തുബുദ്ദീൻ ഐബക്കിനെ വളരെയധികം പാട്രണൈസ് ചെയ്ത ആളായിരുന്നു ഹസൻ നിസാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൽത്തുമിഷിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അച്ചീവ്മെന്റ്സിനെ കുറിച്ചിട്ടോ ഈവൻ നമ്മൾ ഇത്തയെ പോലും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്നതാണ്. മറിച്ച് ഐബക്കിന്റെ ഇമിഗ്രൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന്റെ മിലിറ്ററി അച്ചീവ്മെന്റ്സ്, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹസൻ നിസാമി ഫോക്കസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കാൻ വന്നതും ഇൻഡസ് വരെ എത്തിയതൊന്നും അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. ആൻഡ് അതുപോലെ തന്നെ ബക്തിയാർ ഖിൽജി ബംഗാൾ കീഴടക്കിയതിനെ കുറിച്ചിട്ടോ അദ്ദേഹത്തിന്റെ ടിബറ്റിൽ ഉണ്ടായിരുന്ന മിലിറ്ററി എക്സ്പെഡിഷനെ കുറിച്ചിട്ടോ ഒന്നും ഈ ബുക്ക് നമുക്ക് വിവരം തരുന്നില്ല. ആൻഡ് അതോടൊപ്പം തന്നെ ഇൽത്തുമിഷിനെ കുറിച്ചിട്ടുള്ള ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നും അദ്ദേഹം പറയുന്നില്ല എന്നതാണ്. ആൻഡ് പിന്നീട് ഐബക്കിന്റെ സണ്ണായ അറാം ഷാ അധികാരത്തിൽ വരുന്നതിനെ കുറിച്ചിട്ടോ അറാം ഷാക്കെതിരെ അമീർദാദ് നടത്തിയ കോൺസ്പിറസിയെ കുറിച്ചിട്ടോ ഒന്നും ഈ ഒരു വർക്ക് നമുക്ക് വിവരം തരുന്നില്ല. പക്ഷെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡൽഹിയിലെയും മീററ്റിലെയും കോളിലെയും കലിഞ്ചറിലെയും ഒക്കെ ഫോർട്സിനെ കുറിച്ചിട്ട് ഫോർട്ടിന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ വർക്ക്സിലൂടെ പ്രൈസ് ചെയ്യുന്നുണ്ട്. ഗോളിയോറിലെ ഫോർട്ടിനെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ പേൾ ഓഫ് ദ നെക്ലേസ് ഓഫ് ദ കാസിൽസ് ഓഫ് ഹിന്ദ് എന്ന് പറയുന്ന ഇന്ത്യയാണ്. ഇന്ത്യയിലെ കോട്ടയിലെ നെക്ലേസിലെ പേൾ ആണ് ഗോളിയോർ എന്നാണ് അദ്ദേഹം ഗോളിയോർ ഫോർട്ടിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വർക്ക് തന്നെ ഗവർണറിന്റെ ഫങ്ഷൻസിനെയും പവേഴ്സിനെയും കുറിച്ചിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. ആൻഡ് 28ഓളം ടൈപ്സ് ഓഫ് വെപ്പൺസിനെ കുറിച്ചിട്ട് ഈ ഒരു വർക്കിൽ ഹസൻ നിസാമി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വെപ്പൺസ്, അതുപോലെ തന്നെ പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ്, ജ്വൽസ്, ഫ്ലവേഴ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഹെർബ്സ്, ബേർഡ്സ് ആൻഡ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആനിമൽസ്, ഈ വിവരങ്ങളൊക്കെ ഇവയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ഹസൻ നിസാമി നമുക്ക് നൽകുന്നുണ്ട്. ഇതിനു പുറമെ മറ്റു വെപ്പൺസ് ആയിരുന്ന ഖത്തറി ഹിന്ദ് ആൻഡ് ഷില്ലി ഹിന്ദ് ആൻഡ് ബലായി ഹിന്ദ് എന്ന് പറയുന്ന വെപ്പൺസിനെ കുറിച്ചിട്ടും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന ട്രേഡ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് വെറൈറ്റി ഗുഡ്സ് ആയിരുന്ന ചൈനീസ് സിൽക്ക്, റൂബി ഓഫ് ബദ്ഷാൻ, അറബ് ഹോസസ്, മൊറോക്കൻ ലെതർ, ചൈനീസ് മിറേഴ്സ്, ബോർക്കേഡ് ഫ്രം അനറ്റോളിയ, ഈ കാര്യങ്ങളെ ഈ ഒരു ഗുഡ്സിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഈ ഒരു വർക്കിലൂടെ പറയുന്നുണ്ട്. ആൻഡ് ഇനി നമുക്ക് അടുത്ത ചരിത്രകാരനായ മിൻഹാജു സിറാജ് ജുസ്റ്റാനിയെ കുറിച്ച് നോക്കാം. മിൻഹാജു സിറാജിന്റെ വർക്കാണ് തബാക്കത്തി നാസിരി. ഈ ഒരു വർക്ക് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നാസിറുദ്ദീൻ മുഹമ്മദിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി പഠിക്കുമ്പോൾ അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വർക്കാണ് മിൻഹാജിന്റെ തബാക്കത്തി നാസിരി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഖൊറാസാനിൽ നിന്നുള്ള ഒരു എമിഗ്രന്റ് ആയിട്ടുള്ള സ്കോളർ ആയിരുന്നു. ഒരു ഹൈലി സ്കോളർലി ഫാമിലിയിലാണ് ഇദ്ദേഹം ജനിച്ചിരുന്നത്. ബാഗ്ദാദിലെ കാലിഫേറ്റുമായിട്ടൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു മിൻഹാജിൻ്റെത്. അദ്ദേഹത്തിന്റെ ഫാദർ സിറാജുദ്ദീൻ ആയിരുന്നു. ഗോറിഡ് ആർമിയിലെ ഗാസി ആയിരുന്നു അദ്ദേഹം. ആൻഡ് ഇദ്ദേഹം ജനിച്ചത് ഫിറോസ് കുഹിലാണ്. മഹ്മാലിക് എന്ന് പറയുന്ന പ്രിൻസസിന്റെ ഹറമിലാണ് ഇദ്ദേഹം ജനിച്ചിരുന്നത്. മഹ്മാലിക് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരുന്നു. ആൻഡ് ഇവർക്ക് മിൻഹാജിന്റെ ഈ ഒരു സ്കോളർഷിപ്പ് ഒക്കെ നല്ലോണം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കീഴിലുണ്ടായിരുന്ന ലൈബ്രറിയിൽ മിൻഹാജിന് ഫ്രീ ആയിട്ടുള്ള എൻട്രി ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഗൊറിഡ് പ്രിൻസസിന്റെ കീഴിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് 1227 ഇന്ത്യയിലേക്ക് വരികയും നസീറുദ്ദീൻ കുബാച്ചയിലെ കോർട്ടിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. നസീറുദ്ദീൻ കുബാച്ച ഇദ്ദേഹത്തെ ഉച്ചിലെ ഫിറൂസി മദ്രസയുടെ ഹെഡായിട്ട് നിയമിച്ചു. എന്നാൽ 1227 ഇൽത്തുമിഷ് സിന്ധും മുൾട്ടാനും അനക്സ് ചെയ്തതോട് കൂടിയിട്ട് നസീറുദ്ദീൻ കുബാച്ചയുടെ പവർ ഡിസ്ട്രോയ് ആയി.
ദെൻ അദ്ദേഹം ഇൽത്തുമിഷിനെ കൂടെ ജോയിൻ ചെയ്യാണ്. ഇൽത്തുമിഷിന്റെ കീഴില് ഗോളിയോറിലെ കാസി എന്ന് പറയുന്ന പദവി അദ്ദേഹം വഹിച്ചു. ദെൻ റസിയ സുൽത്താനയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ മദ്രസായി നാസിരിയുടെ ഹെഡായിട്ട് വീണ്ടും ചുമതലപ്പെടുത്തി. പിന്നീട് നസീറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന സുൽത്താന്റെ കീഴിൽ ഇദ്ദേഹം ചീഫ് ഗാസിയായിട്ട് നിയമിതനാകുന്നത്. ഈ സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തബാഖത്തി നാസിരി എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എഴുതാൻ തുടങ്ങുന്നത്. അതില് ഇസ്ലാമിന്റെ ഹിസ്റ്ററിയാണ് അദ്ദേഹം പറയുന്നത്. ഇസ്ലാമിന്റെ ഹിസ്റ്ററി തൊട്ട് അദ്ദേഹത്തിന്റെ കാലം വരെയുള്ള ഇസ്ലാമിന്റെ ഹിസ്റ്ററിയാണ് അദ്ദേഹം എഴുതുന്നത്. നമ്മൾ ഈ ഒരു തബാഖത്തി നാസിരി എന്ന് പറയുന്ന ഈ വർക്ക് നോക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹം തബാക്ക സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. തബാക്ക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെയർ എന്നാണ്. അതായത് ഹസൻ നിസാമിയുടെയും ഫാക്കിരി മുദബ്ബറിന്റെയും വർക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഓരോ റെയിനെയും ഓരോ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ ഇദ്ദേഹം ഓരോ ഡൈനാസ്റ്റിനെയും ഓരോ തബാക്കയായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഓരോ ഇങ്ങനെ ഈ ഒരു പുസ്തകത്തിൽ 23 തബാക്കയാണുള്ളത്. ഓരോ തബാക്കയെയും വീണ്ടും ചാപ്റ്റേഴ്സും അതിനെ വീണ്ടും സബ് സെക്ഷൻസുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി ഓരോ തബാക്കയിലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ടു ഫോർത്ത് വരെയുള്ള തബാക്കയില് തുടങ്ങുന്നത് ആദം നബിയെ തൊട്ടാണ്. ആദം നബി, പിന്നീട് മുഹമ്മദ് നബിയാണ്, അതിനുശേഷം ഖലീഫ ഭരണം. ഇവയാണ് ഫസ്റ്റ് ടു ഫോർത്ത് തബാക്കയിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് ടു സിക്സ്ത്തില് അദ്ദേഹം പ്രീ ഇസ്ലാമിക് ഇറാനിലെയും യമനെയും കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സെവൻത് തബാക്ക തൊട്ടിട്ട് മിൻഹാജ് സെൻട്രൽ ഏഷ്യയിലെയും ഇറാനിലെയും റൂളിംഗ് ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് പറയുന്നത്. ആൻഡ് 8 to 10 തബാക്കയിൽ സഫാവിഡ്സ്, സമാനിഡ്സ്, ദൈലാമൈറ്റ്സ് ദാറ്റ് ഇസ് ബുവൈഹിഡ്സിനെ കുറിച്ചിട്ടുള്ള ചരിത്രമാണ് പറയുന്നത്. ദെൻ 16 to 19 പറയുന്നത് ഷാൻസ്ബാനി ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ്. ഗോറിലുണ്ടായിരുന്ന ഷാൻസ്ബാനി ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടാണ് 16 to 19 തബാക്ക പറഞ്ഞു വെക്കുന്നത്. 20ാമത്തെയും ആൻഡ് 21ാമത്തെയും തബാക്ക ഇന്ത്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യയിലെ ഐബക് മുതൽ നസീറുദ്ദീൻ മുഹമ്മദിന്റെ വരെ ചരിത്രമാണ് ഈ ഒരു തബാക്കയിൽ അദ്ദേഹം പരാമർശിക്കുന്നത്. ആൻഡ് തബാക്ക 22-ല് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 25 നോബൽസിനെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതിനെയാണ് തുർക്കി ചെഹൽഗാനി എന്ന് പറയുന്നത്. ഒരു ചെഹൽഗാനി എന്ന് പറയുന്ന നോബൽസിനെയാണ് അദ്ദേഹം ഈ ഒരു ഇതിൽ പറയുന്നത്. ആൻഡ് ഈ ഒരു വർക്കിൽ അദ്ദേഹം അമീറിന്റെ ലൈഫിനെ കുറിച്ച്, അവരുടെ ടാലന്റുകൾ, മിലിറ്ററി സ്കില്ലുകള്, റേഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു സ്ലേവിന്റെ ട്രെയിനിങ് എങ്ങനെയാണ്, തുർക്കിഷ് നോബൽസിനെ കുറിച്ചിട്ട് പേഴ്സണൽ ഇന്റർവ്യൂസ്, അവരുടെ ഫോർച്യൂൺസ്, അസൈൻമെന്റ്സ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു തബാക്ക 22-ലാണ് അദ്ദേഹം വിവരം നൽകുന്നത്, വിശദാംശങ്ങൾ നൽകുന്നത്. ആൻഡ് ലാസ്റ്റ് തബാക്കയിലെ മംഗോൾ പവറിന്റെയും ചിങ്കിസ് ഖാന്റെയും റൈസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് അദ്ദേഹം സ്വയം ഒരു തുർക്കിഷ് നോബൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നോൺ തുർക്കിഷ് നോബൽസിനൊക്കെ അദ്ദേഹത്തിന്റെ വർക്കിൽ നിന്നും പാടെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖിൽജി ഡൈനാസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക്, ഖിൽജി ഡൈനാസ്റ്റിനെ സംബന്ധിച്ചിട്ടൊന്നും നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിൽ കാണാൻ സാധിക്കൂല. കാരണം എന്താണ്, ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഒരു നോൺ തുർക്കിഷ് ആണ്. ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് റൂളേഴ്സിനെ കുറിച്ച് പുകഴ്ത്തുക മാത്രമല്ല, അവരുടെ ഇവന്റ്സ് റെക്കോർഡ് ചെയ്യുക മാത്രമല്ല, മറിച്ച് അവരെ കുറിച്ചുള്ള ക്രിട്ടിക്കൽ ഇൻഫർമേഷൻസും ഇദ്ദേഹം നൽകുന്നുണ്ട്. ഈ ഒരു ഇതില് പറയുന്നത് ഇൽത്തുമിഷിന്റെ കുറേയേറെ കാര്യങ്ങളോട് ഇദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൽത്തുമിഷിനെ ക്രിട്ടിസൈസ് ചെയ്യുക സാധ്യമായിട്ടില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് നാസിറുദ്ദീൻ മുഹമ്മദ് ആയിരുന്നു. സോ ഫാദറിനെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇൽത്തുമിഷിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ റൈവൽസ് ആയിരുന്നു, ഇൽത്തുമിഷിന്റെ റൈവൽസ് ആയിരുന്ന സിന്ധിലെയും മുൾട്ടാനിലെയും ഭരണാധികാരിയായിരുന്ന നാസിറുദ്ദീൻ ഖുബാച്ചയുടെയും ബംഗാളിലെയും ബീഹാറിലെയും ഭരണാധികാരിയായിരുന്ന ഇവാസ് ഗൽജിയുടെയും നോബൽ ക്വാളിറ്റീസ് ഉയർത്തി കാണിച്ചിട്ടാണ് ഇദ്ദേഹം വളരെ തന്ത്രപരമായിട്ടാണ് ഇൽത്തുമിഷിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റസിയനെ നോക്കുകയാണെങ്കിൽ റസിയ അബിസീനിയൻ സ്ലേവ് ആയിരുന്ന യാക്കൂത്തിനെ കൂട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു തുർക്കിഷ് നോബിൾസിനെ റേപ്പ് ചെയ്യുന്നതിനെ ഇദ്ദേഹം നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ
ഇൽത്തുമിഷി റസിയയെ തന്റെ ഹെയർ അപ്പാരന്റ് ആയിട്ട്, തന്റെ പിൻഗാമിയായിട്ട് വസിയത്ത് ചെയ്തതിന് അദ്ദേഹം വളരെ നല്ലൊരു ബെസ്റ്റ് ചോയ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇൽത്തുമിഷിന്റെ ആൺമക്കളെ യാതൊരു ഗുണവുമില്ലാത്ത, റൂൾ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആയിട്ടാണ് ഇദ്ദേഹം കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു മിൻഹാജിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് സൂഫി സയൻസുകളുടെ, സൂഫി ആക്ടിവിറ്റീസിന്റെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ വർക്ക്സിൽ നമുക്ക് ഇവരെ സ്കോളേഴ്സിനെ കുറിച്ചിട്ടുള്ള യാതൊരു പരാമർശങ്ങളും കാണാൻ പറ്റില്ല. ഇനി മിൻഹാജ് സിറാജ് ഈ ഒരു വർക്ക്സ്, അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സോഴ്സസിനായിരിക്കും കൺസൾട്ട് ചെയ്തിട്ടുണ്ടാവുക? ആദ്യത്തെ തബാക്ക് നമ്മൾ പറഞ്ഞു 1 to 4. അതിൽ അദ്ദേഹം കൺസൾട്ട് ചെയ്തത് 14 ബുക്സ് ആണ്. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് താരിഖി ബൈഹാക്കിയും താരിഖി യാമിനിയും. ഈ രണ്ട് വർക്കുകളാണ്. രണ്ട് വർക്കിലെ 14 വർക്ക്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് വർക്കുകൾ ഇതാണ്. ദെൻ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ തരുന്നതിൽ അദ്ദേഹത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് താൻ തന്നെയാണ്, അല്ലെ? അദ്ദേഹം അവിടെ ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആളാണ്. ആൻഡ് ചില സമയങ്ങളിൽ ആ കാര്യങ്ങളിൽ ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുമാണ്. ആൻഡ് ദെൻ മംഗോൾസിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വിവരങ്ങളിൽ അദ്ദേഹം യൂസ് ചെയ്ത സോഴ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ ഒബ്സർവേഷൻസ് ഉണ്ട്. ദെൻ അദ്ദേഹം ട്രാവലേഴ്സ് ആയിരുന്ന തുലക്കിലെ മംഗോൾസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്നത് ആ കാലഘട്ടത്തിലെ അവിടെ ട്രാവൽ ചെയ്തിരുന്ന ട്രാവലേഴ്സ് ആയിരുന്ന റഷീദുദ്ദീൻ ഹക്കീം ബൽക്കിയുടെയും സയ്യിദ് അഷ്റഫുദ്ദീൻ സമർഖിന്ദിയുടെയും ഒക്കെ വർക്കിനെ റെഫർ ചെയ്തിട്ടാണ് അദ്ദേഹം വിവരങ്ങൾ നൽകുന്നത്. സോ ഈ സോഴ്സസ് ഒക്കെയാണ് അദ്ദേഹം ഈ ഒരു തബാക്കത്തി നാസിരി എന്ന് പറയുന്ന വർക്ക് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. സോ ഇന്നത്തെ സെഷനിൽ ഇത്രയാണ്, ഈ ഒരു കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ദെൻ അറബിക് ആൻഡ് പേർഷ്യൻ ഹിസ്റ്റോറിക്കൽ ട്രഡീഷനെ കുറിച്ച് പറഞ്ഞു. മേജർ ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ്, അതിൽ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് രണ്ട് ചരിത്രകാരന്മാരാണ്, ഹസൻ നിസാമിയും മിൻഹാജു സിറാജ് ജുസ്റ്റാനിയും. അവരുടെ വർക്കുകൾ പറഞ്ഞു. താജുൽ മആസിർ, ഹസൻ നിസാമി ആൻഡ് മിൻഹാജു സിറാജിന്റെ തബാക്കത്തി നാസിരി. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത സെഷനിൽ നമുക്ക് സിയാവുദ്ദീൻ ബറാനി, തക്കാർ ഫെറൂഖ്, അമീർ ഖുസ്രു എന്നൊക്കെ പറയുന്ന കുറെ ചരിത്രകാരന്മാരെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഓൾ.